നമസ്കാരം. ഇന്ന് സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ആയിരുന്നു. അന്നേരം ഞങ്ങൾ റൂമിലിരുന്ന് കൂട്ടുകാരെല്ലാം കൂടെ ഒന്ന് കറങ്ങാൻ പോകാമെന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ ബീച്ചിലോട്ട് പോയി. ബീച്ചിലെ ടൈം 5 മണിയായുള്ളൂ. അതുകൊണ്ട് അധികം ആൾക്കാരാരുമില്ല. ചെറിയ ചൂടുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിക്കേ ആൾക്കാരെത്തത്തുള്ളൂ. അങ്ങനെ ഞങ്ങളതിൻ്റെ കടലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. ചൂട് ഉള്ളത് കാരണമായിരിക്കും ആൾക്കാരൊക്കെ താമസിക്കുന്നവരാണ്. കുറേ ആൾക്കാർ വരാണ്. കൂടുതൽ വിദേശികൾ തന്നെയാണ് വരാറുള്ളത്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. ഇത് സൗദിയിൽ ജൂബ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ മലകളാണ് ചുറ്റും. ഒരു സൈഡ് ഫുള്ളും മല, ഒരു സൈഡ് കടൽ, പിന്നെ അതിനിടയ്ക്ക് ചെറിയൊരു സിറ്റി. വലിയ സിറ്റിയൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ മലയാളികളൊക്കെ കുറവായിരിക്കുമെന്ന്. പിന്നീടൊക്കെ ഇറങ്ങിയപ്പോഴാണ് കുറേ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അവിടെ സൗദി പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. സൈക്കിളെല്ലാം ചാർജിൽ ഓടുന്നൊരു വണ്ടിയാണ്. അവരെ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വരും. നമ്മൾ തന്നെ നമ്മുടെ ഹാലിൻ്റെ കീഴിൽ കൂടെ ഒക്കെ പോയി കളയും. അവരുടെ പരിപാടി ഇതൊക്കെയാണ്. അതുകൊണ്ട് പെൺപിള്ളേരും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പരിമിതികൾ കാണും. സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഭാഗം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കുന്ന വീഡിയോ പിടിക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ സൗദികളുടെ എന്തൊക്കെ പരിപാടിയുണ്ട് ഇവിടെ. ഇവിടെ സ്റ്റേഡിയമുണ്ട്, ചെറിയൊരു സ്റ്റേഡിയം ആണ്. ചെറുതാണ്, വളരെ ചെറുതാണ്. പിന്നെ ആൾക്കാർ, നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ തണലിന് വെച്ചിരിക്കുന്ന സാധനമാണ്. കൂണ് പോലുണ്ട് നമ്മുടെ ഇവിടുത്തെ മഷ്റൂം. കണ്ടേ, അത് പോകുന്നത് ഡക്ക് ബോട്ട് എന്ന് പറയും. ഇത് കപ്പൽ ഒക്കെ വരുന്നുണ്ട്. തള്ളി അടിപ്പിക്കാനും തള്ളി തിരിക്കാനും ഉൾക്കടലിൽ നിന്ന് ചിലതിനെ തള്ളിക്കൊണ്ട് വരുന്നതൊക്കെ ഈ സാധനമാണ്. ഇത് 2 എണ്ണം കൂടി തള്ളിയാണ് കപ്പലിനെയൊക്കെ തിരിച്ച് വിടുന്നത്. സൈഡിലൊക്കെ അടുപ്പിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ അറാംകോയുടെ റിഫൈനറി ഉണ്ട്. അവിടെ എണ്ണയായിട്ട് വരുന്ന കപ്പലിനെയൊക്കെ അടുപ്പിക്കാൻ പോയിട്ട് വരുന്നതാണ്. ഇനി അതിനെ അടുത്ത് അപ്പുറത്തെ എവിടെയോ പോർട്ട് കാണുമായിരിക്കും, അറിയില്ല അതിനെക്കുറിച്ച്. അവർക്ക് ഈ ഭാഗത്തെക്കുറിച്ച് അധികമൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അടുത്താണ് നിയോൺ സിറ്റി എന്ന് പറയുന്നത്. നിയോൺ സിറ്റി, നിയോണാണോ സിറ്റി പുതിയതായിട്ട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ടൗണാണ് ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് 60 കിലോമീറ്റർ കണ്ട്. പിന്നെ കടലിൽ വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കടലിൽ. ഇവിടെ ചെറിയ കല്ലും മെഴുക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ഇറങ്ങുന്നില്ല. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങാൻ റെഡിയായി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ടാണ് അവർ അങ്ങനെ കാണുന്നത്. നാട്ടിലെ നമ്മുടെ തെങ്ങാണിത്. ഇവിടെ എല്ലാവരും സൗദി തെങ്ങില്ല എന്ന് പറയും. തെങ്ങാണ് ഈ നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് തെങ്ങ്. കായ്ക്കുന്നുമുണ്ട് ചെറുതായിട്ട്. വലിയ കായൊന്നുമില്ല, എങ്കിലും ഉണ്ട്, കായൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ കടലിൽ ചാടിയിട്ടുണ്ട്. കടലിൽ ചാടിയതല്ല, കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചാടാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഇങ്ങനെ രീതികളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല. കടലിൽ അവിടെ വരെ ഇറങ്ങത്തുള്ളൂ ആൾക്കാർ. അതിനപ്പുറത്ത് ഒരു കല്ലുകെട്ടാണ്. അതിനപ്പുറം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഭാഗത്താണ് സൗദികളൊക്കെ. വെള്ളം ഇങ്ങനെ കയറി കിടക്കും. അവിടുന്ന് ഏകദേശം 1 മീറ്റർ കൂടുതൽ വെള്ളം ഇങ്ങനെ ഹൈറ്റ് കാണും ഇവിടെ വേലിയേറ്റ സമയത്ത്. വലിയ ഇറക്കമാണെന്ന് തോന്നുന്നു. അവിടെ സൗദികളിൽ ഇറങ്ങി മീനെ പിടിക്കുന്നതാണ്. രാത്രിയിൽ ലൈറ്റൊക്കെ വെച്ച് കമ്മലിൽ നീന്തി വന്നിട്ട് അടിയെ മുങ്ങി മീനെ പിടിക്കുന്ന, കുത്തിപ്പിടിക്കുക, ഞണ്ടിനെയോ മീനെയോ ഒക്കെ പിടിക്കുന്നതായിരിക്കും. പിന്നെ ചൂണ്ടയിടുകാർ ഇഷ്ടം പോലെ വരും. ഇന്ന് അവധിയായതുകൊണ്ട് ചൂണ്ടയിടുകാർ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ചൂണ്ടയിടുകാരില്ലെന്ന് തോന്നുന്നു. മറ്റേ ഇവിടെ എല്ലാം സൈഡിലിരുന്ന് ചൂണ്ട ഇഷ്ടം പോലെ ഇടുന്നതാണ്.
വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. ഇവിടെ നാട്ടിലെ പോലെ തിരയൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഓളം മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും വേറൊന്നുമില്ല. ചെറിയ ഓളം അടിച്ചിങ്ങനെ വരും. ആൾക്കാരൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് ആൾക്കാർ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തെ കാണപ്പോയി വീണ് കഴിഞ്ഞപ്പോൾ ജോലിയാണ്. സൂര്യൻ അസ്തമിക്കാറായി വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വെട്ടം. സൂര്യൻ ആ ഭാഗത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വെട്ടം കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പിടിക്കുന്നില്ല. കുറച്ച് കഴിയട്ടെ. ശാന്തമായിട്ട് കിടക്കുന്നു ഇപ്പോൾ സമുദ്രം അല്ലേ. സൂര്യൻ അസ്തമിക്കാറായി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് എടുക്കാൻ അത്ര വെളിച്ചവും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് നേരെ നോക്കാൻ പറ്റത്തില്ല. ക്യാമറയിൽ കൂടെ നോക്കിക്കൊണ്ട് അങ്ങനെ കാണുന്നു. നേരെ നോക്കാനെ കൊണ്ട് കണ്ണ് മനുഷ്യൻ. സമയം 5:05 ആയിട്ടുണ്ട്. വളരെ താമസിച്ചാണ് നേരെ ഇട്ടിരിക്കുന്നത്. നേരെ ഇട്ടാനെ കൊണ്ട് ഒരു കുറേ സമയം എടുക്കും. 6:30 ആവുന്നു. അല്ല, ഇപ്പോൾ സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്തമനമാണ്. നമ്മൾ പണ്ട് പറയാറുന്ന കടലിലോട്ട് താഴുകയാണത്. അസ്തമനത്തിൻ്റെ ഏകദേശം കാൽഭാഗം സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കാൽഭാഗത്തിൽ കൂടുതലായി. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ സൂര്യൻ താഴും. ചെറിയ ഇരുട്ട് പോലെ, അത് മൊബൈലിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇരുട്ട് പോലെ തോന്നുന്നത്. ചെറിയൊരു ഓളം മാത്രമേ ഉള്ളൂ സമുദ്രത്തിന്, കടലിൽ. ഏകദേശം 3/4 ഭാഗവും സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. കുറച്ചുകൂടെ ഉള്ളൂ. ഏകദേശം മൊത്തമായി കഴിഞ്ഞ ചെറിയ പൊട്ട് മാത്രമേ, ചെറിയൊരു എല്ലാം കഴിഞ്ഞില്ല. സൂര്യാസ്തമനം കഴിഞ്ഞു. ഇതിലിവിടുന്ന് ഇരുട്ടായിട്ടില്ല. വെട്ടമുണ്ട്, നല്ല വെട്ടം തന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ ഏകദേശം വന്നതേ ഉള്ളൂ. അവിടെ സൗദി പിള്ളേരുടെ എന്തോ ഒരു പ്രോഗ്രാമുണ്ട്. കുറേ ആൾക്കാരുണ്ട്.